എഴുത്തുകാരനായ അഭിലാഷ് ഫ്രൈസറിന് പനോരമ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ അവാർഡ്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള റൈറ്റേഴ്സ് ക്യാപിറ്റൽ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ എന്ന ലോകവ്യാപകമായ സംഘടനയാണ് ഫെസ്റ്റിവൽ നടത്തുന്നത്. ആയിരക്കണക്കിന് എഴുത്തുകാരിൽ നിന്നും സെലക്റ്റീവായ ഏതാനും പേർക്ക് മാത്രമാണ് പുരസ്കാരം. ഇതിൽ ഇന്ത്യയിൽ നിന്നും അഭിലാഷ് മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഫാദർ എന്ന പേരിൽ എഴുതിയ ഈ ചെറു നോവൽ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെടാനിടയായ വഴിയെക്കുറിച്ച് അഭിലാഷ് സൺഡേ ഷാലോമിനോട്. എൻ്റെ പേര് അഭിലാഷ് ഫ്രൈസർ, എഴുത്തുകാരനാണ്, എറണാകുളം സ്വദേശിയാണ്. ഈ കഴിഞ്ഞ ഈസ്റ്ററിന് എനിക്കൊരു ഈസ്റ്റർ സമ്മാനം കിട്ടി. അതൊരു അന്താരാഷ്ട്ര സാഹിത്യ അവാർഡാണ്. കഴിഞ്ഞ ജനുവരി 1 മുതൽ മാർച്ച് 31 വരെ ഗ്രീസിൽ നടന്നു വരികയായിരുന്ന പനോരമ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അതിൻ്റെ ഭാഗമായിരുന്നു ഞാൻ. അതിൽ എൻ്റെ ഏറ്റവും പുതിയ പുസ്തകമായ ഫാദർ എന്ന് പറയുന്ന കവിതാ സമാഹാരം പുസ്തകങ്ങളുടെ മത്സര വിഭാഗത്തിലുണ്ടായിരുന്നു. ഈ ഫാദറിനാണ് മികച്ച പുസ്തകങ്ങളിൽ ഒന്നായിട്ടുള്ള അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇതാണ് ഫാദർ എന്ന് പറയുന്നത് എൻ്റെ കവിതാസമാഹാരം. ഈ കഥാസമാഹാരത്തിനാണ് പനോരമ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കയിലെ ഒറിഗൺ എന്ന് പറയുന്ന സംസ്ഥാനത്തിൽ നിന്ന് ഇറക്കിയ ഒരു പുസ്തകമാണ്. 2023 ഈ പുസ്തകം ഇറങ്ങിയത്. ഗ്രീസിൽ വെച്ച് നടക്കുന്ന ഒരു അന്താരാഷ്ട്ര സാഹിത്യോത്സവമാണ് പനോരമ ഇൻ്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അതിൽ 2024 പതിപ്പിലാണ് എനിക്ക് ഈ അവാർഡ് ലഭിച്ചത്. കഴിഞ്ഞ നവംബറിലാണ് ഞാൻ ഈ അവാർഡിലേക്ക് എൻ്റെ എൻട്രി സമർപ്പിച്ചത്. ലോകത്തിൽ നിന്നുള്ള 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും കഴിഞ്ഞ നവംബറിൽ എൻ്റെ ഒരു എൻട്രി സമർപ്പിച്ചു. അതോടൊപ്പം എൻ്റെ പുതിയ പുസ്തകമായ 2023 പുറത്തിറങ്ങിയ പുതിയ പുസ്തകമായ ഫാദറും മത്സരത്തിൽ സമർപ്പിച്ചു. അപ്പോൾ അതിൻ്റെ അനൗൺസ്മെന്റ് റിസൾട്ടാണ് കഴിഞ്ഞ ഈസ്റ്ററിന് അനൗൺസ് ചെയ്തത്. അങ്ങനെ അതിൽ നിന്ന് മികച്ച ലോക എഴുത്തുകാരുടെ കൂടെ ഇറ്റലി, ജർമ്മനി, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർക്കൊപ്പമാണ് മികച്ച പുസ്തകങ്ങളുമായിട്ട് എൻ്റെ പുസ്തകം തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാദർ എന്ന് പറയുന്ന കവിതാ സമാഹാരം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിലെ ചില അനർഘ മുഹൂർത്തങ്ങളിലാണ്. ബൈബിളിലെ ചില നിമിഷങ്ങൾ എടുത്തിട്ട് അതിലെ സമകാലികമായ മനുഷ്യന്റെ പ്രശ്നങ്ങളെ അനാവരണം ചെയ്യുന്ന രീതിയിൽ മനുഷ്യന് ഇന്ന് അനുഭവിക്കുന്ന ആന്തരിക സംഘർഷങ്ങളെയും യുദ്ധങ്ങളെയും ഒക്കെ ഒരു പുനർവ്യാഖ്യാനം ചെയ്യുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു കവിതാ സമാഹാരമാണ് ഫാദർ. ഫാദർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പുസ്തകമാണ്. ഏകദേശം ഒരു 50 പേജോളം വരുന്നൊരു പുസ്തകം. അതിൽ 7 കവിതകളാണുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കവിത എന്ന് പറയുന്നത് ഫാദർ എന്ന് തന്നെ പറഞ്ഞൊരു കവിതയാണ്. അത് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ഒരു മുഹൂർത്തമാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവ് അദ്ദേഹത്തെ ഉപേക്ഷിക്കുകയും അദ്ദേഹത്തിന്റെ വസ്ത്രം വരെ ഊരി വാങ്ങുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിൽ നിന്ന് ആരംഭിക്കുന്ന കവിത പിന്നീട് പ്രപഞ്ചവുമായിട്ടും പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധങ്ങൾ, ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം ഒക്കെ പുതിയ രീതിയിൽ അവതരിപ്പിക്കുന്ന ഒരു സംഭവമാണ്. മാത്രമല്ല പ്രപഞ്ചത്തിന് മുഴുവനും മനുഷ്യരാശിക്ക് മുഴുവനും ഒരേ ഒരു പിതാവേ ഉള്ളൂ എന്നുള്ള കാഴ്ചപ്പാടിലേക്ക്, ഒരേ ഒരു പിതാവാണുള്ളതെങ്കിൽ ഭൂമിയിലെ മനുഷ്യരും സർവ്വജീവജാലങ്ങളും സഹോദരങ്ങളാണെന്നും ഇവിടെ യുദ്ധത്തിനും വഴക്കിനും ഒരു ആവശ്യവുമില്ലെന്നും സ്ഥാപിക്കുന്ന ഒരു പുസ്തകമാണ് ഫാദർ. യുദ്ധകലുഷിതമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഭൂമി. നമുക്കറിയാം, ഗാസ, ഉക്രൈൻ, പോളിലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലായിടത്തും യുദ്ധങ്ങളാണ്. അപ്പൊ എൻ്റെ ഫാദർ എന്ന് പറഞ്ഞ കവിതയിലെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്, ദൈവം പിതാവാണെങ്കിൽ അവിടെ ഒരു വലിയൊരു സാഹോദര്യമുണ്ട്. മനുഷ്യരാശി മുഴുവനും ഒരു സാഹോദര്യമുണ്ട്, സ്നേഹത്തെ അധിഷ്ഠമായ സാഹോദര്യം. ആ പിതാവിന്റെ സ്നേഹത്തിലുള്ള ഒരു സാഹോദര്യം. ഈ വരുന്ന ജൂൺ മാസത്തിൽ ഗ്രീസിലെ ഏതൻസിൽ വെച്ചാണ് പനോരമ സാഹിത്യ അവാർഡുകൾ സമ്മാനിക്കുന്നതെന്നാണ് ഔദ്യോഗികമായി കിട്ടിയ അറിയിപ്പ്. അങ്ങനെയാണെങ്കിൽ ലോകത്തിലുള്ള
പ്രധാനപ്പെട്ട എഴുത്തുകാർക്കൊപ്പം അത് സ്വീകരിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കും. ദൈവത്തിന് ഈ നിമിഷത്തെ പ്രതി ഞാൻ നന്ദി പറയുന്നു. ഈസ്റ്ററിന്റെ ഈ സമ്മാനത്തെ പ്രതി ദൈവത്തെ നന്ദി. കൂടെ നിന്ന എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ കുടുംബത്തിനും കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും നന്ദി. വലിയൊരു മാനവ സഹോദര്യത്തിന്റെ ആനന്ദവും ദൈവപിതാവിന്റെ കാരുണ്യവും തണലും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.